എല്ലാവർക്കും വണക്കം. നല്ല നല്ല സിനിമകൾ മാത്രം അന്വേഷിച്ച് തേടി പിടിച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ഇടുന്നതിൽ കുറച്ച് താമസം വരുന്നത് എന്ന പരമമായ സത്യം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അങ്ങനെ അന്വേഷിച്ച് കിട്ടിയ നല്ല നല്ല സിനിമകളൊക്കെ ലിസ്റ്റ് ചെയ്ത് ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇട്ടേക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ അങ്ങ് ആ കേന്ദ്രത്തിലും ഈ കേന്ദ്രത്തിലുള്ളവരുടെ പ്ലാനിങ് ഇല്ലായ്മ കാരണം ആകെ മൊത്തത്തിൽ പിന്നെയും പണിയായി. ഗ്യാസും ഇല്ല, കറണ്ടും ഇല്ല, ചൂടെടുത്ത് നിന്ന് തിരിയാൻ മേലാത്ത അവസ്ഥ. അതിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത് സംഭവിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോകത്ത് നടക്കുന്ന കഥ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. ഇന്നിപ്പോൾ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള എഐകളോട് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് ഉത്തരം പറയും. അതിപ്പോൾ പറയുന്നത് പൊട്ടത്തെറ്റാണെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് കള്ളം പറയും. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ കിട്ടുന്ന സോഴ്സിൽ നിന്ന് കിട്ടുന്നതെല്ലാം തട്ടിവിടും. ഇങ്ങനെയൊന്നുമേ അല്ലാത്ത കൃത്യം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സംസാരിക്കുന്ന എഐ ഉള്ള ലോകത്ത് നടക്കുന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നീതി നിർവഹിക്കുന്നത് എഐ ആണ്. നിങ്ങളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്രയും ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന എയുടെ മുന്നിൽ പെട്ടുപോകുന്ന വളരെ ബുദ്ധിമാനായ നമ്മുടെ ഹീറോയുടെ കൂടി കഥയാണിത്. സിനിമയുടെ പേര് മേഴ്സി. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാം. കൊടുക്കുന്ന സമയത്തിന് വർത്തായിട്ടുള്ള ഒരു പടമാണ്. ഇവിടെ നമുക്ക് വിശദമായി കഥ കേട്ട് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ലോസ് ആഞ്ചലസിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. കാലം പോകെ ജനജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലായി. ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ പാളിപ്പോയി. ജോലിയില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു. ഒരുപാട് ക്രൈംസ് കൂടി. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. ആകെ മൊത്തത്തിൽ സിവിൽ അൺട്രസ്റ്റ്. പോലീസിന് നിയന്ത്രിക്കാൻ പറ്റുന്നതിലപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. ഒരുപാട് പോലീസുകാർ കൊല്ലപ്പെടുന്നു. കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്താൽ തന്നെ പരമ്പരാഗത നിയമപരമായിട്ടുള്ള രീതികൾ കാരണം, കോടതിയുടെ ആ ഒരു ലോങ് പ്രൊസീജിയർ കാരണം നീതി നടപ്പിലാക്കാൻ അത്രത്തോളം താമസിക്കും. ഒരുപക്ഷെ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിയമത്തിന്റെ ഈ വലിയ നൂലാമാല ഒഴിവാക്കാൻ പോലീസ് ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാസങ്ങളോളം നീണ്ട ട്രയൽസ് റൺ ചെയ്യുന്ന കോടതികൾക്ക് പകരം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള കോടതി, മേഴ്സി കോർട്ട്, ഒരു AI സിസ്റ്റം. വലിയ കുറ്റം ചെയ്യുന്ന ക്രിമിനൽസിനെയൊക്കെ നേരിട്ട് മേഴ്സി കോർട്ടിലേക്കായിരിക്കും അയക്കുക. മേഴ്സി കോർട്ടിന് മുന്നിൽ, ആ AI സിസ്റ്റത്തിന് മുന്നിൽ അവർക്ക് ഏകദേശം ഒരു 90 മിനിറ്റ് സമയം കിട്ടും. ആ സമയം ക്രിമിനൽ എന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് നേരിട്ട് കോടതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ആരോപിക്കപ്പെടുന്ന കുറ്റം ചെയ്തിട്ടില്ലെന്നോ ശിക്ഷ കിട്ടാനും മാത്രമുള്ള കുറ്റം ചെയ്തിട്ടില്ലെന്നോ കോടതിയുടെ മുന്നിൽ തെളിയിക്കാൻ സാധിച്ചാൽ, കൃത്യമായിട്ടുള്ള എവിഡൻസ് വെച്ച് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രം അവർക്ക് രക്ഷപ്പെടാം. ഇപ്പോൾ വലിയ ക്രൈംസ് ഒക്കെ ചെയ്യുന്നവർ നേരിട്ട് മേഴ്സി കോർട്ടിന് മുന്നിലാണ് എത്തുന്നത്. ഇതുവരെയും മേഴ്സി കോർട്ടിന് മുന്നിൽ എത്തിയിട്ടുള്ള ഒരാൾ പോലും ജീവനോടെ പുറത്തു വന്നിട്ടില്ല. അത്രമാത്രം ഡാറ്റ ലോഡഡ് ആയിട്ടുള്ള, അത്രയും ഇൻഫോർമേഷൻ ഇൻസ്റ്റന്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന എഐനെ പറ്റിക്കുക എളുപ്പമല്ലല്ലോ. മേഴ്സി വന്നതിന് ശേഷം ലോസ് ആഞ്ചലസ് ഒരുപാട് ബെറ്ററായി. ഇന്ന് ക്രൈം റേറ്റ് ഇത്രയും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം മേഴ്സി കോർട്ട് തന്നെയാണ്. എന്നിങ്ങനെയൊക്കെ മേഴ്സിയെ പറ്റി മേഴ്സി തന്നെ മേഴ്സിയുടെ മുന്നിൽ എത്തിയിരിക്കുന്ന പുതിയ പ്രതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ഇവിടെ ക്രിമിനൽ എന്ന് ആരോപിക്കപ്പെട്ട് മേഴ്സി കോർട്ടിന് മുന്നിൽ എത്തിയിരിക്കുന്ന ഇവനാണ് നമ്മുടെ കഥാനായകൻ ക്രിസ്. ബോധം വന്നതും ക്രിസ് ഇങ്ങനെ മേഴ്സി കോർട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. ഇതെന്താടാ ഇത്? ഇങ്ങനെയാണോ മേഴ്സി കോർട്ടിന്റെ പ്രൊസീജിയർ? മേഴ്സി കോർട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ ട്രയൽ നടത്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക, കൊന്നുകളയുക എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ക്രൈം നടക്കണം. ആ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് പ്രതിയെ പിടിക്കണം. അതിനുശേഷമാണ് മേഴ്സി കോർട്ടിൽ ഹാജരാക്കുന്നത്. എന്നാൽ ഇവന്റെ കാര്യത്തിൽ, നമ്മുടെ ക്രിസിന്റെ കാര്യത്തിൽ, പുള്ളിക്കാരൻ കണ്ണു തുറക്കുന്നതിന്റെ മേഴ്സി കോർട്ടിലാണ്. ഇതെങ്ങനെ താൻ ഇവിടെ എത്തിയെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുന്ന അവന്റെ മുന്നിൽ മേഴ്സി കോർട്ടിലെ ജഡ്ജ് മാഡോക്സ് വന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു. മാഡോക്സും എ തന്നെയാണ്. അതിനുള്ളിലുള്ള ജസ്റ്റ് ഒരു ക്യാരക്ടർ, ഒരു ജഡ്ജി ക്യാരക്ടർ. ആദ്യം ക്രിസിന്റെ ഐഡന്റിറ്റി കൺഫേം ചെയ്തു. ആള് പോലീസാണ്. ഇതിനു മുമ്പ് മേഴ്സി കോർട്ടിലേക്ക് 8 പ്രതികളെ അയച്ചിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഇവന്റെ ബ്ലഡിലെ ആൽക്കഹോൾ ലെവൽ കൂടുതലായിരുന്നു. ഇപ്പോഴാണ് ട്രയലിന് പറ്റുന്ന രീതിയിലേക്ക് അത് കുറഞ്ഞത് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ ക്രിസ് വെള്ളമടിച്ച് ബോധമില്ലായിരുന്ന ഏതോ സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ മേഴ്സി കോർട്ടിലെത്തിയത്. പരമ്പരാഗത കോടതി രീതികൾ പോലെ ഈ കോടതിയിൽ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കണം, സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ട്രയലിലേക്ക് കടക്കുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ക്രിസ് ഇവിടെ എത്തിയത്? മാഡോക്സ് അവൈലബിൾ ആയിട്ടുള്ള സകല ഡീറ്റെയിൽസും ഉൾപ്പെടെ വ്യക്തമായി കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ക്രിസിന്റെ ഭാര്യ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. കൊലപാതകി വേറെ ആരുമല്ല, ക്രിസ് ആണത്രേ. എല്ലാ തെളിവുകളും ഇവനെതിരാണ്. ഇവനാണ് കൊലപാതകം ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. ക്രിസിന്റെ ഭാര്യ നിക്കോളിനെ കാണാൻ അവിടെ വീട്ടിലെത്തിയ ക്രിസിന്റെ മകൾ ബ്രിട്ട് ആകെ അങ്ങ് ഞെട്ടിപ്പോയി. വീടിനകത്ത് കുത്തേറ്റ് വീണ് കിടക്കുന്ന നിക്കോളിനെയാണ് അവൾക്ക് അവിടെ കാണാൻ പറ്റിയത്. ഉടനെ തന്നെ കുട്ടി പോലീസിനെ വിവരം അറിയിച്ചു. മെഡിക്കൽ ടീമും പോലീസും ഒക്കെ ഓടിയെത്തി നിക്കോളിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും പുള്ളിക്കാരി മരണപ്പെട്ടു. നിക്കോൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്താണ് പറ്റിയത്, ആരാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ക്രിസ് എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ അവൈലബിൾ ആയിട്ടുള്ള മറ്റു തെളിവുകളും കൂടെ പരിഗണിച്ചപ്പോൾ ക്രിസ് കൊലപാതകം ചെയ്യാനുള്ള സാധ്യത 97.5% കോർട്ട് പറയുന്നത്. മേഴ്സി കോർട്ടിന്റെ ട്രിഗർ ലിമിറ്റ് ആവട്ടെ 80%. 80%-ന് മുകളിലാണ് ഒരാൾ കുറ്റം ചെയ്തിരിക്കാനുള്ള സാധ്യത എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മനസ്സിലാവുന്നത്, എഐക്ക്
മനസ്സിലാവുന്നതെങ്കിൽ അവരെ കൊന്നുകളയും. ഇതിനു മുമ്പ് 18 ട്രയൽസ് ആണ് മേഴ്സി കോർട്ടിൽ നടന്നിട്ടുള്ളത്. ആ 18 പേരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഡേവിഡ് വെബ് എന്ന വ്യക്തിയാണ് ആദ്യമായി ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. അന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് മേഴ്സി കോർട്ടിലേക്ക് അയക്കുന്നത് നമ്മുടെ കഥാനായകൻ ക്രിസും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഓഫീസറായിരുന്ന ജാക്ക് ഡിയാലോയുമാണ്. ആകെ മൊത്തത്തിൽ മേഴ്സി കോർട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള 18 ആളുകളിൽ 8 പേരെയും മേഴ്സി കോർട്ടിലേക്ക് അയച്ചത് നമ്മുടെ ഹീറോ ആണ്, ക്രിസ് ആണ്. ഇന്നിപ്പോൾ അതേ ആൾ തന്നെ മേഴ്സി കോർട്ടിൽ ട്രയൽ ചെയ്യപ്പെടുന്ന അവസ്ഥയും. എന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമല്ലോ. ഇവൻ തന്നെയാണ് ഇവന്റെ ഭാര്യയെ കൊന്നത് എന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള സകല തെളിവുകളും വെച്ച് 97.5% ഈ കോർട്ട് ഉറപ്പിച്ചു പറയുന്നത്. ഇനി ക്രിസിന് 1.5 മണിക്കൂർ സമയമുണ്ട്, 90 മിനിറ്റ്. ട്രയൽ തുടങ്ങുമ്പോൾ തന്നെ ലോസ് ആഞ്ചലസ് മുനിസിപ്പൽ ക്ലൗഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും ഈ കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ ട്രയലിൽ ഇവൻ ഉപയോഗിക്കാം. എന്ത് കാര്യം വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതിപ്പോൾ ഗവൺമെന്റിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആയിക്കോട്ടെ, സാധാരണക്കാരുടെ ഡാറ്റാസ് ആയിക്കോട്ടെ, പബ്ലിക്കോ പ്രൈവറ്റോ ആയിട്ടുള്ള മുനിസിപ്പൽ ക്ലൗഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സകല ഡേറ്റയും ഇവന്റെ മുന്നിലുണ്ട്. അത്രയും ഡാറ്റയുടെ സഹായത്തോടെ കോർട്ട് ഇപ്പോൾ പറയുന്ന 97.5% സാധ്യതയിൽ നിന്ന് എങ്ങനെയെങ്കിലും 80% താഴേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രം നമ്മുടെ ഹീറോയ്ക്ക് രക്ഷപ്പെടാം. താനല്ല കുറ്റക്കാരൻ, താൻ തന്റെ ഭാര്യയെ കൊന്നിട്ടില്ല എന്നൊക്കെ നമ്മുടെ ക്രിസ് അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവൻ അത്രയും ഉറപ്പുള്ള ഈ കാര്യം കോടതിയുടെ മുന്നിൽ കൃത്യമായി തെളിവുകളോടെ വ്യക്തമായി തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നോ 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 മാഡോക്സ്, ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മാഡോക്സ്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ലേ? ഈ കോർട്ടിലേക്ക് എത്ര പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തെ, നിന്നെ, ഈ കോർട്ടിനെ മൊത്തത്തിൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഞാൻ ആളെ കൊന്നാ പറയുന്നേ? അതേ മിസ്റ്റർ ക്രിസ്, നിങ്ങൾ മുമ്പ് ഈ കോടതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എന്ന് കരുതി നിങ്ങൾ ഈ ക്രൈം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തെളിവുകളും ഞാനിവിടെ കാണിച്ചു തരാം. രാവിലെ 8:51 ആയപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നു, പക്ഷേ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, നേരെ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിലെത്തിയ നിങ്ങളെ നിങ്ങളുടെ ഭാര്യ വീടിനകത്ത് കയറ്റിയില്ല. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇനി മുന്നോട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല, വക്കീലിനോട് സംസാരിക്കുന്നൊക്കെയായിരുന്നു അവളുടെ പ്രതികരണം. അതിഷ്ടപ്പെടാത്ത നീ എന്താ ചെയ്തേ? വീടിന് മുന്നിൽ വെച്ചിരുന്ന ക്യാമറ അടിച്ച് തിരിച്ചിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കീ ഉപയോഗിച്ച് വീടിനകത്ത് കയറി. ഏതാണ്ട് 21 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരികെ പോയി. അവിടുന്ന് ഏതാണ്ട് 1/2 മണിക്കൂറിന് ശേഷം വീട്ടിലെത്തിയ നിങ്ങളുടെ മകൾ കാണുന്നത് ജീവന് വേണ്ടി പിടയുന്ന സ്വന്തം അമ്മയായിരുന്നു. നിക്കോളിന് കുത്തേറ്റതാണ്. കത്തി ഉപയോഗിച്ച് വലത് കൈയനായ ഒരാൾ അവളെ കുത്തി. അതേ ക്രിസ്, നിങ്ങൾ തിരികെ വീട്ടിൽ ചെന്ന ഏതാണ്ട് ആ സമയത്താണ് അവൾക്ക് കുത്തേറ്റിരിക്കുന്നത്. നമ്മുടെ ക്രിസ് ഒരു വലത് കൈയനാണ്. മാത്രമല്ല ഇങ്ങേരുടെ ഭാര്യയുടെ ബ്ലഡ് ഇങ്ങേരുടെ ഡ്രസ്സ് ഇന്നും ശരീരത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ജോലിക്കല്ല പോയത്. ഒരു ബാറിൽ ചെന്ന് ഒരുപാട് മദ്യപിച്ച് അവിടെ മൊത്തം പ്രശ്നമാക്കി കുറെ ആളുകളോട് തല്ലുണ്ടാക്കി ആളുടെ ബോധം തന്നെ പോയി. പിന്നെ ബോധം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മേഴ്സി കൂട്ടിലിരിക്കുക. ബാറിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും വ്യക്തമായി ഓർമ്മയില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കയറി ഭാര്യയെ കൊന്ന കാര്യവും നിനക്ക് ഓർമ്മയില്ലാത്തതാവാമെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ക്രിസ് വീട്ടിൽ പോയതിനും അവിടുന്ന് തിരിച്ച് ബാറിൽ പോയതിനും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനും ഒക്കെ വ്യക്തമായ തെളിവുണ്ട്. എല്ലാത്തിനും വീഡിയോ പ്രൂഫ്സ് ഉണ്ട്. ഇനിയിപ്പോൾ കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സോ സത്യം പറഞ്ഞേക്ക് ക്രിസ്, എന്തിനാണ് രാവിലെ വീട്ടിൽ പോയി നിന്റെ ഭാര്യയെ കൊന്നത്? ഇതെല്ലാം കൂടെ കേട്ടിട്ട് പാവം നമ്മുടെ ക്രിസിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒരുമാതിരി വിഷമവും സങ്കടവും ഒക്കെ വരുന്നു. തന്റെ ഭാര്യ മരിച്ച കാര്യം അവൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന്. ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ലൈഫ് അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. എന്നാലും അവളെ കൊല്ലാനും മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ പോയി ദേഷ്യപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ഭാര്യയോട് മോശമായി സംസാരിച്ചതും ക്യാമറയിൽ തല്ലിയതും ഒക്കെ. ദേഷ്യം വരുമ്പോൾ ആരായാലും പലതരത്തിൽ അങ്ങനെ റിയാക്ട് ചെയ്തു പോകും. ആ ഒരു മൊമെന്റിൽ പിടിച്ചാൽ കിട്ടണമെന്നില്ല. അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയോ ചുമ്മാ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് അഗ്രസീവായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവളൊന്ന് അടങ്ങുമെന്ന് കരുതിയോ ഒക്കെ ദേഷ്യപ്പെടുന്നതാവാം. ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന കാരണത്താലാണ് ഞാൻ ദേഷ്യപ്പെട്ടത് എന്ന് കോടതിയിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ തെളിവാണ് വേണ്ടത്. ഇവനല്ല കൊലപാതകം ചെയ്തതെന്ന് ഇവന് തെളിയിക്കാൻ സാധിക്കണം. ഇത്രത്തോളം ഡാറ്റാസ് മുന്നിൽ വെച്ചിട്ട് നിനക്കിതിൽ എന്ത് വേണേലും ആക്സസ് ചെയ്യാം, നീ എങ്ങനെ വേണേൽ നിന്റെ കേസ് തെളിയിച്ചോ എന്ന് പറഞ്ഞിട്ട് 90 മിനിറ്റ് മാത്രം സമയം കൊടുത്തു. വല്ലാണ്ടങ്ങ് വിഷമത്തിലായ ക്രിസ് അദ്ദേഹത്തിന്റെ മകളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊച്ചിന് പ്രായപൂർത്തി ആയിട്ടില്ലാത്തതുകൊണ്ട് അത് പറ്റില്ല, വേണമെങ്കിൽ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് അയക്കാം, കുട്ടി അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം ഇദ്ദേഹത്തിന് അവളെ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ ആള് മകൾക്കൊരു പേഴ്സണൽ മെസ്സേജ് റിക്വസ്റ്റ് ആയിട്ട് എഴുതി അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ ആ സമയത്തെ മാനസികാവസ്ഥ കാരണം അവനെ കൊണ്ടത് പറ്റിയില്ല. അതുകൊണ്ട് ജഡ്ജ് മാഡോക്സ് തന്നെ കുട്ടിക്ക് റിക്വസ്റ്റ് അയക്കും. ഹേയ് ബ്രിറ്റ്, കേസ് നമ്പർ 19, നിന്റെ അച്ഛൻ എന്റെ മുന്നിലിരിപ്പുണ്ട്, അദ്ദേഹം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സമ്മതമാണെങ്കിൽ ബാക്കിയുള്ള സമയത്തിന് ഇദ്ദേഹത്തിനിവിടെ ബാക്കിയുള്ള സമയത്തിന് മുമ്പ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് അയച്ചു. അതിനുശേഷം നമ്മുടെ ക്രിസിന്റെ പ്രണയവും വിവാഹവും അവരുടെ ആ ഒരു ലൈഫൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിരുന്നു ക്രിസും നിക്കോളും. കുറേ നാളത്തെ ഡേറ്റിങ്ങിന് ശേഷം ഇരുവരും ഒരു ബീച്ചിൽ വെച്ച് വിവാഹിതരായി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. അന്ന് ആ ഒരു ടൈം മുതലേ നമ്മുടെ ക്രിസിന്റെ സുഹൃത്താണ് റേ. അദ്ദേഹവും പോലീസാണ്. ഇവർ രണ്ടാളും ഒരു ടീമിലാണ്, പാർട്ട്നേഴ്സാണ്. ക്രിസിന് കൊച്ചുണ്ടായത്, അവൾ വളർന്നു വരുന്ന സെവറൽ ടൈം പീരീഡ്സ്, പല സന്ദർഭങ്ങളിൽ ഇവരെടുത്ത വീഡിയോസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് റേയും കാണാം. അപ്പോഴൊക്കെ ക്രിസും നിക്കോളും നല്ല ബന്ധത്തിലായിരുന്നു. രണ്ടാളും അത്രയും ഹാപ്പി ആയിരുന്നു. അങ്ങനെ പോകെ ഒരിക്കൽ ക്രിസിന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ റേയെ നഷ്ടപ്പെട്ടു. അവൻ കൊല്ലപ്പെട്ടു. അവിടെ നിന്നാണ് എല്ലാം താളം തെറ്റിയത്. ഇവൻ മദ്യപിക്കാൻ തുടങ്ങിയതും നിക്കോളുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളും പിന്നെ പറഞ്ഞ് ഏതാണ്ട് ഡിവോഴ്സ് ചെയ്യുന്നവരെയായിരുന്നു. ക്രിസിന്റെ മകൾ ബ്രിട്ട് ഇവരുടെ വീട്ടിലെ ഈ പ്രശ്നങ്ങളെ പറ്റിയും അച്ഛനും അമ്മയും തമ്മിലുണ്ടാകുന്ന വഴക്കിനെ പറ്റിയും ഒക്കെ അവളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കോളിന്റെ ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് തന്റെ മകൾക്ക് തനിക്ക് അറിയാത്തൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നെന്നും അതിലൂടെ
16 വയസ്സുകാരി കാണിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പുള്ളിക്കാരി കാണിക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇടയ്ക്കിടെ വീട്ടിൽ നിന്ന് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത്, അതായത് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അതുപോലെ ഷൂട്ട് ചെയ്ത് സ്റ്റോറി ഇടും. എന്ത് കേട്ടാലും സ്റ്റോറി ഇടുന്ന ചിലരില്ലേ, അതുപോലെ വീട്ടിൽ എന്തെങ്കിലും അനക്കം കേട്ടാൽ ഗോസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കോർട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രിട്ട് ഇദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. കോൾ എടുത്തു. ബ്രിട്ട് ഒരുപാട് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അമ്മയുടെ കൊലപാതകം അച്ഛനാണ് പ്രതി എന്ന് എല്ലാവരും പറയുന്നു. അദ്ദേഹം ഇപ്പോൾ വിചാരണ നേരിടുന്നു. എല്ലാം കൊണ്ടും ഒരു 16 വയസ്സുകാരി അത്രയധികം ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റിലാണ് അവള്. വിഷമിച്ച് കരയുന്ന അവളെ നമ്മുടെ ക്രിസ് ആശ്വസിപ്പിക്കുന്നതിനൊപ്പം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മയെ കൊന്നത് അച്ഛനല്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ക്രിസുമായിട്ട് അത്ര നല്ല ടേംസിലല്ലാത്ത നിക്കോളിന്റെ അച്ഛൻ, അതായത് നമ്മുടെ ബ്രിട്ടിന്റെ ഗ്രാൻഡ് ഫാദർ, ക്രിസ് തന്നെയാണ് പ്രതി എന്നുള്ളൊരു മട്ടിലാണ്. അതുകൊണ്ട് നമ്മുടെ ബ്രിട്ടിനോട് പോലും ക്രിസിനെ കോൺടാക്ട് ചെയ്യരുത്, കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ പോലും അവൾ നമ്മുടെ ക്രിസുമായി സംസാരിക്കുന്നത് കണ്ട് ഫോൺ പിടിച്ചു വാങ്ങി കോള് കട്ട് ചെയ്തു. കൊച്ചിനെ ഒന്നും നേരമണ്ണം ആശ്വസിപ്പിക്കാൻ പോലും ഇവനെ കൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ കണ്ട് നമ്മുടെ ക്രിസ് മാഡോക്സിനോട് ദേഷ്യപ്പെടുന്നവരുണ്ട്. ഇദ്ദേഹം ആ ഒരു അവസ്ഥയിലാണല്ലോ, തന്റെ ഭാര്യ മരണപ്പെട്ടു, അതിനുശേഷം കണ്ണു തുറക്കുമ്പോൾ താനാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ ബാക്കിയുണ്ട്. ഇതിനുള്ളിൽ ഇദ്ദേഹമല്ല കുറ്റം ചെയ്തത് എന്ന് കോർട്ടിന് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനമായി ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൃതദേഹം ഒന്ന് കാണാൻ പോലും ഇദ്ദേഹത്തിന് പറ്റില്ല. ഈ ചേറിൽ വെച്ച് തന്നെ കൊന്നുകളയും. ക്രിസിന്റെ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് നീ ഒരു വികാരമില്ലാത്ത ജീവിയാണ്, നിനക്ക് ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളും അതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു. അതേ ക്രിസ്, ഞാനൊരു AI ആണ്, എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫീൽ ചെയ്യാനല്ല, എന്റെ പർപ്പസ് വേറെയാണ്. ഓരോ കേസും എനിക്ക് അനുഭവങ്ങളാണ്, അതനുസരിച്ച് വെയിറ്റ്സ് അഡ്ജസ്റ്റ് ആവും, ദാറ്റ്സ് ഇറ്റ്. അതായത് പറഞ്ഞു വന്നത് ഓരോ സെറ്റിൽ നിന്നും AI പഠിക്കുന്നുണ്ട്, പാറ്റേൺ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള 18 പ്രതികളുടെയും ആക്ഷൻസും റിയാക്ഷൻസും ഓരോ കാര്യം പറയുമ്പോൾ അവരെങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡാറ്റാ സെറ്റിലുണ്ട്. ഇപ്പം നമ്മുടെ ക്രിസ് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു കൊലപാതകയുടെ രീതിയിലല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് ഗുണമായേക്കാം. വെറുതെ ഓവറായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കാതെ കേസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്ന AI ഓർമ്മിപ്പിച്ചപ്പോൾ ക്രിസ് അവന്റെ പാർട്ണറെ വിളിക്കുവാണ്. ഇത്രയും നാൾ ഇവന്റെ കൂടെ പാർട്ണറായിട്ടുണ്ടായിരുന്ന ഓഫീസർ ജാക്ക് പുള്ളിക്കാരിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവരും ക്രൈം സീനിലെത്തി. കിട്ടുന്ന ഫോട്ടോസ് എല്ലാം സ്കാൻ ചെയ്ത് AI ഒരു 3D മോഡൽ ഉണ്ടാക്കി കൊടുത്തു. ഇവന്റെ ഭാര്യ നിക്കോൾ വീണ് കിടന്ന അതേ പോയിന്റിൽ ഒരാളുടെ ഫുട് പ്രിന്റ് കാണാം. അത് ആരുടെയാണെന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ മകൾ ബ്രിട്ടിന്റെയാണ്. ഇന്ന് രാവിലെ അവളാണല്ലോ അമ്മ അങ്ങനെ കുത്തേറ്റ് വീണ് കിടക്കുന്നത് കണ്ടത്. നിക്കോളിനെ കുത്തിക്കൊല്ലാൻ യൂസ് ചെയ്ത കത്തിയിലെ ഫിംഗർ പ്രിന്റ് നമ്മുടെ ക്രിസിന്റെ തന്നെയാണെന്ന് വീണ്ടും വെരിഫൈ ചെയ്യുന്നുണ്ട്. ആ വീട്ടിൽ ജീവിക്കുന്ന ആൾ തന്നെയല്ലേ. നിക്കോൾ കത്തിയെടുത്ത് അങ്ങനെ പെരുമാറാറില്ല, നമ്മുടെ ഹീറോ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറെന്ന് പറയുന്നുണ്ട്. ക്രിസിന്റെയും നിക്കോളിന്റെയും അവരുടെ മകൾ ബ്രിട്ടിന്റെയും ഒക്കെ DNA എവിഡൻസ് ഉൾപ്പെടെ ഹെയറും സ്കിന്നും ഒക്കെ ആ വീട്ടിൽ നിന്ന് കിട്ടുന്നത് അത് നോർമലാണ്. ഇവരുടേതല്ലാതെ മറ്റാരുടെയെങ്കിലും പ്രിന്റ്സ് വീട്ടിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നിലവിൽ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവും വെച്ച് ക്രിസിന്റെ പാർട്ണർ ജാക്കും പറയുന്നുണ്ട് ഈ കൊലപാതകം ചെയ്തത് ക്രിസ് തന്നെ ആവാനാണ് സാധ്യത എന്ന്. കാരണം വീട്ടിൽ അത്രയും പരിചയമുള്ള ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന കൊലപാതകം പോലെ തന്നെയുണ്ട്. ഇവനെ അല്ലാതെ വേറെ ആരെ സംശയിക്കാനാണ്. ക്രിസ്തു അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ കേസ് അന്വേഷിക്കുന്നത് ആരാണെങ്കിലും ഫസ്റ്റ് കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. ദെൻ നിക്കോളിന്റെ ഫോൺ ആക്സസ് ചെയ്തു. നിക്കോൾ ആരെയൊക്കെയാണ് വിളിച്ചത് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് നമ്മുടെ ക്രിസിനെ തന്നെയാണ്. അതിനുശേഷം ബ്രിറ്റ്, പിന്നെ അവളുടെ പേരൻസ്, അതിനുശേഷം അവൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ഫ്രണ്ട്സിനെ. ഇതിൽ സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ലല്ലോ. ദെൻ ബ്രിട്ടിന്റെ ഫോൺ ആക്സസ് ചെയ്ത് വീഡിയോസ് ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ക്രിസും നിക്കോളും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ അതിലുണ്ട്. അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്ന വീടാണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ വളരെ മോശം എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ അവരുടെ വിഷമം പറയാൻ മറ്റാരെങ്കിലും ഒക്കെ കണ്ടെത്തുന്നത്. ബ്രിട്ടും അതുപോലൊക്കെ തന്നെയായിരുന്നു. പുള്ളിക്കാരിക്ക് അങ്ങനെ വീട്ടിൽ ഈ വഴക്കുണ്ടാക്കുന്ന പേരൻസിൻ്റെ കൂടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. അവളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിനൊക്കെ പോകും. അന്നൊരു ദിവസം ഇരുവരും വഴക്കുണ്ടാക്കിയ സമയത്ത് നിക്കോൾ ആർക്കോ ടെക്സ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതാർക്കാണ് അവൾ ടെക്സ്റ്റ് ചെയ്തത്? AIയോട് ചോദിച്ചപ്പോൾ ഇത് പറയുന്നതോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന്. മാഡോക്സിന് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് പ്രകാരം ആ സമയം നിക്കോളിന്റെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. സോ നിക്കോളിന് ഒരു സെക്കൻഡ് ഫോൺ ഉണ്ട്. ആ ഫോൺ ആവട്ടെ മുനിസിപ്പൽ ക്ലൗഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിക്കോൾ വർക്ക് ചെയ്തിരുന്ന കമ്പനി വൈക്കിംഗ് ഷിപ്പിംഗ് എന്ന കമ്പനിയിൽ നിന്നാണ് അവൾക്ക് ആ ഫോൺ കൊടുത്തിട്ടുള്ളതെന്ന് നമ്മുടെ ക്രിസിനും അറിയാവുന്ന കാര്യമാണ്. ഒരു തവണ എന്തോ ഇവൻ ആ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ AIക്ക് പറഞ്ഞു കൊടുത്ത് AI ആ ഫോണിന്റെ നമ്പർ എടുത്ത് വീണ്ടും അതിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഓഫീസർ ജാക്കിന് ഇവരുടെ കാറിൽ നിന്ന് ആ ഫോൺ കണ്ടെത്താൻ സാധിച്ചു. AI ആവശ്യപ്പെട്ട പോലെ അതിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കണക്ട് ചെയ്തപ്പോൾ അതിലുള്ള സകല ഡീറ്റെയിൽസും AIക്കും ആക്സസ് ചെയ്യാൻ പറ്റി. നിക്കോളിന്റെ ആ ഒരു ഇല്ലീഗൽ ഫോണിൽ നിന്ന് പുള്ളിക്കാരി വേറൊരു ഇല്ലീഗൽ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവർ ആ ഒരു ഫോണിലേക്ക് വിളിച്ച് അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു. മേഴ്സി കൂട്ടി എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പുറത്തുള്ള ആൾ കോള് കട്ട് ചെയ്തു. ഉടനടി ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ജാക്ക് ഡിയാലോ അങ്ങോട്ട് പോവാണ്. ഇപ്പം നമ്മുടെ ഹീറോ കൊലപാതകം ചെയ്തിരിക്കാനുള്ള സാധ്യത കുറച്ചൊന്ന് കുറയുന്നുണ്ട്. 96.7% ആയി. ക്രിസിന് നേരത്തെ സംശയമുണ്ടായിരുന്നു അവന്റെ ഭാര്യയ്ക്ക് മറ്റാരൊക്കെയോ ആയിട്ട് ബന്ധമുണ്ടെന്ന്, ഇവിടെ ഒരു അവിഹിതൻ കിടന്ന് കളിക്കുന്നതായിട്ട്. ഇനിയിപ്പോൾ അതങ്ങ് കൺഫേം ചെയ്യാൻ പറ്റിയ ക്രിസിന് ഗുണമാണ്. നിക്കോളുമായി രഹസ്യ ബന്ധമുണ്ടായിരുന്ന അവൻ ആരാണെന്ന് തിരക്കി ചെന്നപ്പോൾ ഹഡ്സൺ ഹോട്ടലിലെ ഷെഫായിട്ടുള്ള പാട്രിക് ബർക്ക് ആണെന്ന് മനസ്സിലായി. പോലീസിനെ കണ്ടതും അവൻ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു. കുറെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ നോക്കി. എന്നിട്ടും പോലീസ് അവനെ പിടിച്ചു. നമ്മുടെ മേഴ്സി കോട്ടും ക്രിസും കൂടെ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൻ തന്നെയാണ് കൊലപാതകി എന്ന മട്ടിൽ അവനോട് ചോദ്യം ചോദിച്ചപ്പോൾ അവള് മരിച്ച കാര്യം ന്യൂസിലൂടെയാണ് അറിഞ്ഞതെന്നാണ് ഇവൻ പറയുന്നത്. അതിനു പിന്നാലെ മേഴ്സി കോട്ടിന്ന് വിളിക്കുന്നു, പോലീസ് വരുന്നു. എല്ലാം കൂടെ കണ്ടപ്പോൾ അവനങ്ങ് പേടിച്ചു പോയി. അതാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. നിക്കോളുമായിട്ട് പാട്രിക്കിന് അവിഹിത ബന്ധം തന്നെ. ഫാർമേഴ്സ് മാർക്കറ്റ് വെച്ച് എന്തോ കണ്ടതാണ്, അങ്ങനെ പരിചയപ്പെട്ടു, കോഫി ഡേറ്റിന് പോയി. ആ സമയം
സമയത്തൊക്കെ നമ്മുടെ ക്രിസ് നിക്കോളിനോട് നല്ല രീതിയിൽ സംസാരിക്കാറില്ല. അവർ തമ്മിൽ നിരന്തര പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരുന്നപ്പോൾ പാട്രിക്കിനെ കിട്ടി. സ്നേഹം തരാൻ പറ്റുന്ന ഒരാളെ കിട്ടിയപ്പോൾ പുള്ളിക്കാരി സ്വാഭാവികമായിട്ടും അങ്ങോട്ടൊന്ന് ചാഞ്ഞു. പാട്രിക്കും അത് നന്നായിട്ട് മുതലെടുത്തു. അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. ഇരുവരുടെയും ഈ രഹസ്യം പുറത്തു വരാതിരിക്കാനായിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഫോൺ ഒപ്പിക്കാൻ പുള്ളിക്കാരിയാണ് അവനോട് ആവശ്യപ്പെട്ടത്. നിക്കോൾ വീട്ടിൽ നമ്മുടെ ക്രിസിനോട് പറഞ്ഞത് കമ്പനി ഫോണാണെന്ന് മാത്രമാണ്. ഇനി പാട്രിക് ആണോ നിക്കോളിനെ കൊന്നതെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. രാവിലെ അവൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ടൈമിലൊക്കെ ഇവൻ ഇവിടെ തന്നെ ഉണ്ട്, ഹോട്ടലിലുണ്ട്. പിന്നെ നിക്കോളുമായിട്ട് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അത് ക്രിസ് കാരണം തന്നെയാണ്. ക്രിസ് അവളോട് മര്യാദയ്ക്ക് സംസാരിക്കത്തില്ല, അവൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവൾ മറ്റൊരാളിൽ അഭയം കണ്ടെത്തി എന്നൊരു മട്ടിലൊക്കെ ഇവനും സംസാരിക്കുന്നുണ്ട്. ഏതായാലും പാട്രിക്ക് കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ടും അവരോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടും ഒക്കെ പോലീസിനെ അറസ്റ്റ് ചെയ്യാലോ. ഏതായാലും നമ്മുടെ ക്രിസ് കുറ്റം ചെയ്തിരിക്കാനുള്ള സാധ്യത വീണ്ടും കൂടി 98%. കോടതിക്ക് പ്രതിയെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് പകരം ഇവന് കൊലപാതകം ചെയ്യാനുള്ള അടുത്തൊരു സാധ്യതയാണ് ഇവൻ കണ്ടുപിടിച്ചു കൊടുത്തത്. ഒരുപക്ഷെ പാട്രിക്കും നിക്കോളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഇവൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിക്കോളിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെയും ഒരു സാധ്യത പറയാമല്ലോ. ഇനിയിപ്പോൾ ഇത് എങ്ങോട്ട് അന്വേഷിക്കാനാണ്, ആരിലേക്ക് അന്വേഷണം കൊണ്ടുപോകും എന്നറിയാതെ അങ്ങനെ സ്റ്റക്കായിരിക്കുമ്പോൾ ഇവന്റെ പാർട്ണർ, ഇവന്റെ മുമ്പത്തെ പാർട്ണർ റേയുടെ കൊലപാതകത്തെ പറ്റി പറയുന്നുണ്ട്. അന്നൊരിക്കൽ ക്രിമിനൽസിനെ പിടിക്കാൻ പോയപ്പോൾ റേയെ അവർ ഷൂട്ട് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ക്രിസ് റേയെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം ക്രിമിനൽസിനെ ചേസ് ചെയ്തു. കുറച്ചു നേരം കൂടെ റേ പിടിച്ചു നിൽക്കുമെന്ന് കരുതി. ബട്ട് ഇദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. റേ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അവനെ കൊന്ന പ്രതികളെ ക്രിസ് കോടതിയിൽ എത്തിച്ചെങ്കിലും അവർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് അവർ കേസിൽ നൂരിപ്പോയപ്പോൾ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ നമ്മുടെ ക്രിസിന് സാധിച്ചുള്ളൂ. അന്ന് താൻ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് തന്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടത് എന്നുള്ള ആ ഒരു റിഗ്രറ്റിലാണ് അവൻ പിന്നെയും കുടിക്കാൻ തുടങ്ങിയത്. അതോടെ നിക്കോളുമായിട്ട് പ്രശ്നങ്ങളായി, നിരന്തരം പ്രശ്നങ്ങളായി, കുടുംബജീവിതം തകർന്നു. ഒടുക്കം ഇങ്ങനെയൊക്കെ ആയി. ക്രിസ്, സമയം പൊക്കോണ്ടിരിക്കുക, നിങ്ങളുടെ കേസിലേക്ക് തിരിച്ചു വാ. ക്രിസും ഇന്ന് രാവിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ആൾ രാവിലെ ഓഫീസിലെത്തിയപ്പോഴാണ് ആളുടെ കുപ്പിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇവൻ കുടിക്കുന്നത് നിക്കോളിന് ഇഷ്ടമല്ലല്ലോ. അവൾ കുപ്പിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയാണ് പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നതും അങ്ങനെ ദേഷ്യപ്പെടുന്നതും ഇരുവരും തമ്മിലുള്ള ബഹളത്തിൽ ക്രിസ് അവളുടെ ഫേവറേറ്റ് ഫ്ലവർ പോട്ട് എറിഞ്ഞു പൊട്ടിക്കുന്നതും. ഫ്ലവർ പോട്ടിന്റെ പീസ് നിക്കോളിന്റെ ശരീരത്ത് തട്ടി ബ്ലഡ് വന്നു. അത് കണ്ട് ക്രിസ് അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നും അങ്ങനെയാണ് അവളുടെ ബ്ലഡ് ഇവന്റെ ഡ്രസ്സിലും ശരീരത്തും ഒക്കെ ആയതെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് നിക്കോളിന്റെ കോൺടാക്ട് ലിസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫാമിലിയും ഫ്രണ്ട്സും. നിക്കോള് തന്നോട് പറഞ്ഞിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം പാട്രിക്കിന് അറിയാമെന്ന് നേരത്തെ പാട്രിക്കുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് തോന്നിയിരുന്നു. അവൻ വീണ്ടും പാട്രിക്കിനെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പാട്രിക് അവിടെ പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്ത് വീണ്ടും പാട്രിക്കിനോട് സംസാരിക്കുമ്പോൾ നിക്കോൾ വർക്ക് ചെയ്തിരുന്ന കമ്പനി വൈക്കിംഗ് ഷിപ്പിംഗ് എന്ന കമ്പനിയിലെ എന്തോ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ്, എന്തോ ഒരു സംഭവം മിസ്സിംഗ് ആണെന്നും അതിന്റെ പേരിൽ കമ്പനിയിൽ മൊത്തത്തിൽ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നെന്നും അവൻ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റിയായ അന്വേഷണം. ഈ അന്വേഷണത്തിൽ ഫാക്ട്സ് മാത്രം പരിഗണിക്കരുത്, ഇവന്റെ ഇൻഡ്യൂഷൻസ് കൂടെ പരിഗണിക്കണം എന്ന് എ കോർട്ടിനോട് ആവശ്യപ്പെട്ടപ്പോൾ മേഴ്സി കോർട്ട് ഫാക്ട്സ് ആണ് പരിഗണിക്കുന്നത് എന്ന് ജഡ്ജ് മാഡോക്സ്. ജഡ്ജ്, നിങ്ങൾ ഫാക്ട്സ് എന്ന് പരിഗണിക്കുന്നത് എപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ്, ക്ലിയർ ആയിട്ടുള്ളതാണ്. സത്യം എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ദർസ് എ ഗ്രേ സ്പേസ്, അവിടെ ഉള്ളതാണ് സത്യം. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ കോടതി അത് പരിഗണിക്കുമെന്ന് കരുതുന്നു. അതല്ല നീ മറ്റൊരു രീതിയിലാണോ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത്? മാഡോക്സ് ഒന്നും മിണ്ടിയില്ല. ക്രിസ് ആവട്ടെ നമ്മുടെ നിക്കോളിന്റെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. എസ്പെഷ്യലി അവരുടെ കമ്പനിയിൽ വന്നിട്ടുള്ള മെയിൽസ്, അവിടുത്തെ ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ള ഡാറ്റാസ് എടുക്കുന്നു. കഴിഞ്ഞ സൺഡേ ഇവരുടെ വീട്ടിൽ വെച്ച് നിക്കോളിന്റെ ഫ്രണ്ട്സ് എല്ലാം ഒന്ന് ഒത്തുകൂടിയിരുന്നു, ഒരു ബാർബിക്യൂ നടത്തിയിരുന്നു. അന്ന് വീട്ടിലെത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും അന്ന് തന്നെ തിരിച്ചു പോയോ എന്നുള്ളതാണ് നമ്മുടെ ഹീറോയുടെ ചോദ്യം. മേ ബി ആരെങ്കിലും വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലോ? മേഴ്സി കോർട്ട് ട്രാഫിക് ക്യാമറാസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാ കാറുകളും തിരിച്ചു പോയിട്ടുണ്ട്. ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തുകയോ ആളിറങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിക്കോളിന്റെ സുഹൃത്തുക്കളിൽ റോബ് എന്നൊരു വ്യക്തിയെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം അന്ന് പാർട്ടിക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളല്ല കാറിൽ തിരിച്ചു പോയ സമയത്ത് ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ് മാറി കയറുകയൊക്കെ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡ്, ആരൊക്കെ ഏതൊക്കെ കാറുകളിലാണ് തിരിച്ചു പോയത്, എല്ലാവരും തിരിച്ചു പോയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ക്രിസിന്റെ മകൾ ബ്രിറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് പരിശോധിക്കുമ്പോൾ വീട്ടിന് ചുറ്റുവട്ടത്തുനിന്ന് എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുകയും അച്ഛൻ വീട്ടിലെത്തിയും തോന്നുന്നു എന്ന് അവൾ പറയുന്നതായിട്ടും വീഡിയോയിലുണ്ട്. എന്നാൽ ഡിപ്പാർട്ട്മെന്റിലെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതേ സമയം നമ്മുടെ ഹീറോ വീട്ടിൽ പോയിട്ടില്ല, അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ട്. അതായത് ബ്രിറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം അവിടെ കേട്ട ശബ്ദം മറ്റെന്തോ ആണ്, മറ്റാരോ ഉണ്ടാക്കിയ ശബ്ദമാണ്, നമ്മുടെ ഹീറോ അല്ല. ഉടനടി മേഴ്സി കോർട്ടിന്ന് ബ്രിട്ടിനെ ഫോൺ ചെയ്തു. കൊച്ചാവട്ടെ ഇപ്പോൾ അച്ഛനെതിരെയാണ്. ന്യൂസിൽ പറയുന്നതും സോഷ്യൽ മീഡിയയിൽ പറയുന്നതും ഒക്കെ കണ്ടിട്ട് ഇദ്ദേഹം തന്നെയാണ് നിക്കോളിനെ കൊന്നത് എന്ന് കരുതിയിട്ട് ആകെ ഒരുമാതിരി വിഷമിച്ച് സങ്കടപ്പെട്ട് ഇദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവാതെ നിൽക്കുമ്പോൾ ജഡ്ജ് മാഡോക്സ് തന്നെ നമ്മുടെ ക്രിസിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് ഇനിയും പറയാറായിട്ടില്ല എന്ന് പറയും. കാരണം ക്രിസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈൻഡിങ്സ് പ്രകാരം ഇതിനിടയിൽ മറ്റെന്തോ കളിയുണ്ട്. ക്രിസ് പറഞ്ഞ കണക്ക് സത്യം ഒളിഞ്ഞിരിക്കുകയാണ്, അതാണ് കണ്ടെത്തേണ്ടത്. ബ്രിറ്റ് പറയുന്നത് കഴിഞ്ഞ ദിവസം ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിനിടെ അങ്ങനെ ഒരു ശബ്ദം കേട്ടിരുന്നു, വീടിന് ചുറ്റുവട്ടത്ത് ആരെയും കാണാനില്ലെന്ന്. അമ്മ ആ സമയത്തേക്ക് കിടന്നുറങ്ങിയിരുന്നു എന്നും പറയുന്നുണ്ട്. ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടിൽ ആളുണ്ടോ എന്ന് കൊച്ചിങ്ങനെ തിരഞ്ഞു വരുന്നത് പോലും അവൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നു. അതിപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഗുണമായി. അവളിട്ട സ്റ്റോറിയിൽ ബേസ്മെന്റിലേക്ക് പോകുന്ന ഡോർ തുറന്നു കിടക്കുന്നത് കാണാം. അവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ ആ ഇമേജ് ഒന്ന് ക്ലീൻ
ചെയ്തെടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരാളുടെ കൈ കാണാം. രാത്രിയാണല്ലോ, ഇരുട്ടായതുകൊണ്ട് ബ്രിട്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പൊ അവളും അങ്ങ് ഞെട്ടിപ്പോയി. എന്നാലും ആരാണത്? ക്രിസ് സംശയിച്ച പോലെ ബാർബിക്യൂവിന് വന്ന നിക്കോളിന്റെ ഫ്രണ്ട്സിൽ എല്ലാവരും തിരികെ പോയിട്ടില്ല. ഏതോ ഒരുത്തൻ വീട്ടിൽ തന്നെ ഒളിച്ചിരുന്നു. ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരുത്തനാണ് നിക്കോളിനെ കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തം. കൃത്യം ഫാക്ട് കിട്ടിയാൽ കോടതിയും ഇത് സമ്മതിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴും 98% തന്നെ നിൽക്കുക, കുറച്ചു പോലും കുറഞ്ഞിട്ടില്ല. മേ ബി ആ വീഡിയോയിൽ കാണുന്നത് ഒരു ഷാഡോ ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഇതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടേ. വീട്ടിൽ കണ്ട കൈ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിക്കോൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് മിസ്സായത് എന്താണ്, അവരുടെ ഇമെയിൽസ് പരിശോധിക്കുന്നതിനെ പറ്റി ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഇമെയിൽസ് പരിശോധിച്ചു വന്നപ്പോൾ പലതവണ അവരുടെ മെയിലുകളിൽ UG മിസ്സായി എന്ന് പറയുന്നുണ്ട്. എന്താണ് UG? യൂറിയ ഗ്രാനുലസ്. സാധാരണ വളമായിട്ടൊക്കെ ഉപയോഗിക്കും. എന്നാൽ നൈട്രിക് ആസിഡ് പോലെയുള്ള ചില രാസവസ്തുക്കളുമായി ചേർന്നാൽ പൊട്ടിത്തെറിക്ക് വരെ കാരണമായേക്കാം. ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 300 കിലോയോളം കാണാതായിട്ടുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. പ്രശ്നം അത്രത്തോളം സീരിയസ് ആണല്ലോ. ഇതാരാണ്, എന്താണ്, ആരാണ് ഇതിന് പുറകിൽ കളിക്കുന്നത് എന്നൊക്കെ അറിയാൻ വൈക്കിംഗ് ഷിപ്പിംഗിൽ ഈ പറഞ്ഞ യൂറിയ കാണാതായിട്ടുള്ള ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ പരിശോധിക്കുന്നു. ക്യാമറ വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. അതിൽ നമ്മുടെ ക്രിസിന്റെ ഭാര്യ നിക്കോളും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹോൾട്ട് എന്നൊരു വ്യക്തിയും തമ്മിൽ തർക്കിക്കുന്നത് കാണാം. ഹോൾട്ടിന്റെ മെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ അവനൊരു ഗ്യാംബ്ലിംഗ് അഡിക്റ്റ് ആണ്. ഒരുപാട് പൈസ അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന റോബർട്ട് നീൽസൺ എന്ന വ്യക്തി ഇവന് പൈസ കൊടുത്ത് സഹായിച്ചിരിക്കുന്നതായിട്ടും ഒക്കെ ബാങ്ക് ഡീറ്റെയിൽസ് കാണാം, സ്റ്റേറ്റ്മെന്റ്സ് കാണാം. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങിയ നമ്മുടെ നിക്കോളിനെ തീർത്തത് ഹോൾട്ട് തന്നെയാണെന്ന് അനുമാനിക്കാം. ഹോൾട്ടിന്റെ ഗ്യാംബ്ലിംഗ് സ്വഭാവം കാരണം അവന് ഒരുപാട് പൈസ നഷ്ടമായി. ആ നഷ്ടം നികത്താനായിട്ട് അവൻ ഇതുപോലെ യൂറിയ മോഷ്ടിച്ച് ബ്ലാക്ക് മാർക്കറ്റിൽ ഉയർന്ന തുക കിട്ടുന്ന സിന്തറ്റിക് സാധനമാക്കി വിറ്റു. ഇതെല്ലാം കണ്ടെത്തിയ നിക്കോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവളെ കൊലപ്പെടുത്തുകയായിരുന്നു ഹോൾട്ട് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഇത്രയൊക്കെ ആയതോടെ 98% നിന്ന് കുറഞ്ഞു 94.7%. തുടർന്ന് ക്രിസ് റോബിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഹോൾട്ടിന് പൈസ കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. എന്നാൽ അവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഹോൾട്ടാണ്. റോബിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് പിന്നെ അവനോട് ഉണ്ടായിരുന്നു, അവൻ ഇങ്ങോട്ട് പോയെന്ന് ഞാൻ നോക്കിയിട്ട് വരാമേ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഡ്രാമ കളിച്ചു പോകുന്നു. ഈ ഹോൾട്ടാണ് കൊലപാതകം ചെയ്തതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇവൻ ഇവിടെയൊക്കെ പോയി ഇവന്റെ ഫോൺ സിഗ്നൽസ് ട്രാക്ക് ചെയ്യുന്നു. ഇതേസമയം ഇവരുടെ വീടിനടുത്തുള്ള നെയ്ബറിന്റെ വീട്ടിലെ ക്യാമറയിലെ വിഷ്വൽസും ആക്സസ് ചെയ്ത് അവിടെ എന്തെങ്കിലും ചലനങ്ങളുണ്ടോ ചെക്ക് ചെയ്തപ്പോൾ വ്യക്തികളെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഹോൾട്ട് തന്നെ ആവാം കൊലപാതകം ചെയ്തത് എന്ന് കരുതി നമ്മുടെ ഹീറോ അവനെതിരെ സംസാരിച്ചു. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് യൂറിയ മുക്കിയത് നീയാണ്, എന്റെ ഭാര്യയെ കൊന്നത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവനുള്ള കാര്യം തുറന്നു പറയുന്നു. അതായത് ഇവനല്ല യൂറിയ കടത്തിയത്, അതിന്റെ ഒക്കെ പുറകിൽ റോബാണ്. ഹോൾട്ടും നിക്കോളും ഇക്കാര്യം കണ്ടുപിടിച്ചു. റിപ്പോർട്ട് ചെയ്തില്ല, കാരണം റോബ് പല സാഹചര്യങ്ങളിലും ഇരുവരെയും സഹായിച്ചിട്ടുണ്ട്. ഹോൾട്ടിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ റോബ് അവന് പൈസ കൊടുത്ത് അവനെ സഹായിക്കുന്നതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടതല്ലേ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹോൾട്ടും നിക്കോളും തമ്മിൽ തർക്കമുണ്ടായത്. റോബിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഹോൾട്ട് റോബിന് വേണ്ടി വാദിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ശരി. ഇപ്പം നമ്മുടെ ക്രിസിന് റോബിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് സമയം മുമ്പ് അവൻ ലീവ് എടുത്ത് പോയി എന്നാണ് ഹോൾട്ട് പറയുന്നത്. ഇന്നലെയും റോബ് ലീവായിരുന്നു. ഇതിനു മുമ്പ് ബാർബിക്യൂ നടന്ന സമയത്താണ് റോബിനെ ലാസ്റ്റ് ആയിട്ട് കണ്ടതെന്ന്. അന്ന് പാർട്ടി കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ തിരികെ പോയപ്പോഴും റോബ് പോയില്ല. യൂറിയ കടത്തിയതിനെ പറ്റി സംസാരിക്കാനും നിക്കോളിനെ കൺവിൻസ് ചെയ്യാനും വേണ്ടി വീട്ടിൽ തന്നെ നിന്നു എന്ന് ഹോൾട്ട് ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല ഹോൾട്ടാണ് അന്ന് തിരികെ പോയപ്പോൾ റോബിന്റെ കാർ ഓടിച്ചത്. നേരത്തെ റോബ് പറയുന്നുണ്ടായിരുന്നല്ലോ വീട്ടിലേക്ക് ഫ്രണ്ട്സ് എല്ലാം വന്ന അതേ ഓർഡറിൽ അതേ കാറുകളിലല്ല അവർ തിരികെ പോയതെന്ന്. തിരിച്ചു പോയപ്പോൾ അവന്റെ കൂടെ മറ്റ് സുഹൃത്തുക്കളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അവൻ തിരിച്ചു പോയിട്ടില്ല. തിരിച്ചു പോയപ്പോൾ ഹോൾട്ടാണ് അവന്റെ കാർ ഓടിച്ചത്. മൊത്തം കള്ളമായിരുന്നു. ബാക്കിയുള്ള വിഷ്വൽസും കൂടെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ റോബ് കാറിന് ഡിക്കിയിൽ ഒളിച്ചിരുന്നിട്ട് പുറത്തിറങ്ങി വരുന്നതൊക്കെ വ്യക്തമായി കാണാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ ക്രിസിന്റെ ഗിൽറ്റ് പെർസെന്റേജ് 80% താഴെ പോകും എന്നവൻ കരുതി. പക്ഷേ ഇവിടെ ഫാക്ട്സ് ആണല്ലോ മുഖ്യം. 93% തന്നെ തുടരുന്നു. കൃത്യമായ വ്യക്തമായ എവിഡൻസ് കിട്ടാത്ത പക്ഷം നമ്മുടെ ഹീറോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി ആകെ 19 മിനിറ്റേ ബാക്കിയുള്ളൂ താനും. ഉടനടി നമ്മുടെ ക്രിസ് സ്വാറ്റ് ടീമിനെ കോൺടാക്ട് ചെയ്ത് റോബിന്റെ വീട്ടിൽ പോയി അവനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇതിനിടെ മാഡോക്സ് മൊത്തത്തിലൊന്ന് റീബൂട്ട് ആവുന്നുണ്ട്. പുള്ളിക്കാരി എപ്പോഴും ഫാക്ട്സ് വെച്ചല്ലേ ചെക്ക് ചെയ്യുള്ളൂ. അങ്ങനെയല്ല, ഇങ്ങനെ പോയാൽ സത്യം കണ്ടെത്താമെന്ന് നമ്മുടെ ഹീറോ പറഞ്ഞതും പിന്നെ ഫാക്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഒന്ന് റീബൂട്ടായി വന്നു. അപ്പോഴേക്കും സ്വാറ്റ് ടീം റോബിന്റെ വീട്ടിലെത്തി. ഇടിച്ചു കയറി പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും റോബില്ല. അവൻ ഹാഫ് ഡേ ലീവ് എടുത്ത് പോയത് വൈക്കിംഗ് ഷിപ്പിംഗിന്റെ ട്രക്കിലാണെന്ന് ഇവർ കണ്ടെത്തിയിരുന്നു. ട്രക്കും വീട്ടിലില്ല. എന്നിട്ടും ട്രക്കിന്റെ GPS സിഗ്നൽ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവൻ ആ GPS റിമൂവ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആരും അവനെ ട്രാക്ക് ചെയ്ത് ചെല്ലാതിരിക്കാൻ വേണ്ടി കമ്പനി ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് വരെ ഊരി വെച്ചു. റോബിന്റെ വീട്ടിൽ ഇടിച്ചു കയറി ചെന്ന സ്വാറ്റ് ടീമിന് ആകെ ബോഗയും റോബിന്റെ പഴയ ഒരു ഫോട്ടോ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അതും പാതി വെച്ച് കീറിയ ഒരെണ്ണം. മേഴ്സി ആ ഫോട്ടോ അനലൈസ് ചെയ്ത് റോബിന്റെ കൂടെ ആരാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഒരുപാട് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും. ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വൈക്കിംഗ് ഷിപ്പിംഗിന്റെ ട്രക്സ് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറയുന്നു. ദെൻ സ്വാറ്റ് ടീം റോബിന്റെ ഗരാജ് ഒക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ കമ്പനിയിൽ നിന്ന് മോഷണം പോയ യൂറിയാസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ കെമിക്കൽസ് അവൻ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമായിരുന്നു. നേരത്തെ പറഞ്ഞ സിന്തറ്റിക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, എക്സ്പ്ലോസീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൻ യൂറിയ യൂസ് ചെയ്തത്. അതും മാഡോക്സിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന വിധം ഓൺലൈനിൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ അവിടുന്ന് ഇവിടുന്ന് ബുക്സ് സംഘടിപ്പിച്ച് ടെററിസ്റ്റുകൾ പോലും
യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ബുക്സ് സംഘടിപ്പിച്ച് പഠിച്ച് അങ്ങനെ ബോംബ് ക്രിയേറ്റ് ചെയ്തു. ഏതാണ്ട് അപ്പോഴേക്കും റോബ് സഞ്ചരിക്കുന്ന ട്രക്ക് മാഡോക്സ് കണ്ടെത്തി. കൂടാതെ റോബിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോട്ടോയുടെ, റോബിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയുടെ ബാക്കിയും കണ്ടെത്തി. അതിൽ റോബിന്റെ തോളിക്കായിട്ട് നിൽക്കുന്നത് ഡേവിഡാണ്, ഡേവിഡ് വെബ്. ആദ്യമായി മേഴ്സി കോർട്ടിലേക്ക് അയക്കപ്പെട്ട, മേഴ്സി കോർട്ട് ആദ്യം എക്സിക്യൂട്ട് ചെയ്ത പ്രതി. ഡേവിഡും റോബും സഹോദരന്മാരാണ്. രണ്ടാളും ചൈൽഡ്ഹുഡ് ഹോമിൽ ഒരുമിച്ചായിരുന്നെങ്കിലും പിന്നീട് റോബിനെ ഒരു ഫാമിലി ദത്തെടുത്തു. ഇതിപ്പോൾ എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണ്? ഇത് ശരിക്കും നമ്മുടെ ഹീറോയുടെ ഭാര്യയ്ക്കിട്ടുള്ള പണിയല്ല. യൂറിയ മോഷ്ടിച്ച് നിക്കോളിനെ കൊന്നുകളഞ്ഞ് കേസ് ഇങ്ങനെയൊക്കെ വഴിതിരിച്ചു വിട്ട അവന്റെ ഉദ്ദേശം അവന്റെ സഹോദരൻ ഡേവിഡ് വെബിനെ അറസ്റ്റ് ചെയ്ത നമ്മുടെ ഹീറോയും അവനെ എക്സിക്യൂട്ട് ചെയ്ത മേഴ്സി കോർട്ടുമാണ്. ബോംബ് ഉണ്ടാക്കിയത് മേഴ്സി കോർട്ട് നശിപ്പിക്കാൻ വേണ്ടിയാണ്. അതിവേഗത്തിൽ ആ ട്രക്കിൽ അവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ്. ട്രക്കിനടുത്തേക്ക് ഡ്രോൺ അയച്ച് അങ്ങനെ വിഷ്വൽസ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഡേവിഡ് ആരോടോ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അവനിത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. സംശയം തോന്നിയ നമ്മുടെ ഹീറോ ഇദ്ദേഹത്തിന്റെ മകൾ ബ്രിട്ടിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ബ്രിട്ടിന്റെ ഗ്രാൻഡ് ഫാദറാണ് കോൾ എടുക്കുന്നത്. അയാൾ നമ്മുടെ ഹീറോയുമായിട്ട് അത്ര നല്ല ടേംസിലല്ല. നീ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നേ, ഇങ്ങോട്ട് വിളിച്ചു പോരുത് എന്നൊക്കെ പുള്ളി ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ബ്രിട്ട് എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞു. ക്യാമറ വിഷ്വൽ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ദാണ്ടെ റോബ് അവിടെ എത്തി ബ്രിട്ടിനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവർക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഹീറോയുടെ മകൾ ബ്രിട്ടിനെയും കടത്തിക്കൊണ്ടാണ് റോബ് ഇങ്ങോട്ട് വരുന്നത്. ഹീറോയെയും ബ്രിട്ടിനെയും ഈ പ്രദേശത്ത് ചുറ്റിപ്പറ്റിയുള്ള ആയിരക്കണക്കിന് ആളുകളെ ആ എക്സ്പ്ലോഷനിലൂടെ കൊല്ലുക, മേഴ്സി കോർട്ട് നശിപ്പിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. ഇവിടെ മാത്രമല്ല ബോംബുള്ളത്, റോബിന്റെ വീട്ടിലും അവൻ ബോംബ് സെറ്റ് ചെയ്തിരുന്നു. അത് പൊട്ടിത്തെറിച്ച് സ്വാട്ട് ടീമിലെ കുറേ ആളുകൾക്ക് പരിക്ക് പറ്റി. കൂടെയുള്ളവർ അങ്ങനെ വീണു പോകുമ്പോഴും നോക്കി നിൽക്കാനുള്ള സമയമില്ല നമ്മുടെ ജാക്കിനൊന്നും. കാരണം ഇപ്പോൾ ആക്ട് ചെയ്തില്ലെങ്കിൽ ഈ സിറ്റിയിലെ ആയിരക്കണക്കിന് ആളുകളും മരിക്കും. അങ്ങനെ സംഭവിച്ചുകൂടല്ലോ, അത് തടഞ്ഞു നിർത്തണം. ഇവിടെ നമ്മുടെ ഹീറോ അല്ല കുറ്റം ചെയ്തത് എന്ന് മേഴ്സി കോർട്ടിന് മനസ്സിലായതുകൊണ്ട് ഇവനെ റിലീസ് ചെയ്ത് ട്രയൽ നിർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് ഹീറോ അത് തടഞ്ഞു. വെയിറ്റ്, നീ ഇപ്പൊ ട്രയൽ നിർത്തിയാ പിന്നെ നിന്റെ ഡാറ്റാസ് ഒന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ തടഞ്ഞു നിർത്തണമെങ്കിൽ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ട്രയൽ നിർത്തരുത് എന്ന് ഹീറോ തന്നെ ആവശ്യപ്പെട്ട് ട്രയൽ തുടരുവാണ്. എന്നാൽ എക്ക് അതിന് സെറ്റ് ചെയ്ത് കൊടുത്ത കുറെ റൂൾസ് ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ഇവന്റെ ഭാര്യ മരണപ്പെട്ടു, സ്വാട്ട് ടീമിലെ കുറെ ആളുകൾ മരണപ്പെട്ടു, അതൊന്നും വെറുതെ ആയി പോകരുത്, ഇനിയും ആയിരങ്ങൾ മരിക്കരുത്, എനിക്ക് നിന്റെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞ് അതിനെ കൺവിൻസ് ചെയ്തു. കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഒരുപാട് ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നത് കൊണ്ടും ആവാം ഇമോഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, പാറ്റേൺസ് ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോ പറയുന്നത് അനുസരിച്ചു. ഐഡിയ ഒക്കെ നല്ലത് തന്നെ, പക്ഷെ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ ഹീറോയുടെ ട്രയൽ തീരാൻ ഏകദേശം 8 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇനിയും ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ചെയർ തന്നെ ഇരുന്നാൽ ഒരുപക്ഷെ അവൻ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം. എന്നാലും ഈ നിമിഷം തനിക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് ഹീറോ ആ റിസ്ക് എടുത്തു. റോബ് മേഴ്സി കോർട്ടിലെത്താതിരിക്കാൻ പോലീസ് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അവനെ വഴിതിരിച്ചു വിടുന്നു, ആളുകൾ കുറവുള്ള ഏരിയയിലൂടെ കടത്തിവിടുന്നു. സ്വാറ്റ് ടീം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി റോബിനെ പിടിക്കാനൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതും കൂടെ പാളിപ്പോയതോടെ ഇനിയിപ്പോൾ റോബിനെ കൊന്നുകളയുക എന്നുള്ള പോയിന്റിലേക്ക് അവരെത്തി. എന്നാൽ ഇവരിപ്പോൾ റോബിനെ കൊന്നുകളഞ്ഞാൽ റോബ് പിടിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോയുടെ മകൾ ബ്രിട്ടും മരിക്കും. ക്രിസ് അവരോട് ഇങ്ങനെ ചെയ്യരുത്, തന്റെ മകളെ രക്ഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ക്രിസിന്റെ പാർട്ട്ണർ കൂടിയായിരുന്ന ജാക്ക് ആ കടുത്ത തീരുമാനമെടുത്തു. അവർ ആ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് നീങ്ങി. ക്രിസ് ആവട്ടെ ജാക്കിനോട് പറയുന്നു, സ്വാറ്റ് ടീമിനോട് പറയുന്നു, മാഡോക്സിനോട് വരെ പറഞ്ഞു നോക്കുന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഇതാണ്. അവൻ മേഴ്സി കോർട്ടിൽ എത്താതിരിക്കുക, അവനെ അവിടെ വെച്ച് കൊന്നുകളയുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മാഡോക്സും. തന്റെ മകളെ കൂടെ നഷ്ടപ്പെടാൻ പോവാണെന്ന് മനസ്സിലാക്കി ഹീറോ ഒരുമാതിരി അലറി വിളിച്ച് കരഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ മാഡോക്സ് ഇടപെട്ടു. വൈക്കിംഗ് ഷിപ്പിങ്ങിന്റെ ട്രക്കിന് ഒന്നും പറ്റിയില്ല, നേരെ മേഴ്സി കോർട്ടിലേക്ക് വരുന്നു. ഇത്രയും നേരം ഫാക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എത്രമാത്രം ചേഞ്ച് ആയിരിക്കുന്നു നോക്ക്. ഇതിനിടയ്ക്ക് വീണ്ടും മേഴ്സി കോർട്ട് ഗ്ലിച്ച് ആവുന്നുണ്ട്. സ്റ്റിൽ മാഡോക്സ് നമ്മുടെ ഹീറോയെ അവിടുന്ന് പുറത്തു വിട്ടു. ഓടിച്ചെന്ന് റോബിനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും തന്റെ മകളെ രക്ഷപ്പെടുത്തുക. അവൻ ഈ കാണിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. അവന്റെ ബ്രദർ ഒരു കൊലപാതകി ആയതുകൊണ്ടാണ് കോർട്ട് അവനെ ശിക്ഷിച്ചത് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. റോബ് ഇപ്പോഴും കരുതുന്നത് ഇവന്റെ ബ്രദർ ഡേവിഡ് വെബ് കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ല, മേഴ്സി കോർട്ടിന് അബദ്ധം പറ്റിയതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഹീറോ ക്രിസിനെ തന്നെ ഈ ചെയറിൽ എത്തിച്ചത്. ക്രിസിനെ അസിസ്റ്റ് ചെയ്ത് നമ്മുടെ മാഡോക്സും റോബിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഡേവിഡ് കുറ്റക്കാരൻ തന്നെയായിരുന്നു, അവൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ഡേവിഡ് കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന ആ സമയത്ത് ഡേവിഡ് അവന്റെ സഹോദരൻ റോബിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഇരുവരും ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് റോബ് പറയുന്നത്. ഫോണേ ഇല്ല, ഫോണില്ലാത്തൊരുത്തൻ എങ്ങനെ ഇവനോട് സംസാരിച്ചു എന്ന് പറയാൻ പറ്റും? ആകെ ബോഗയും ഒരു വീഡിയോ പ്രൂഫ് മാത്രമുണ്ട്. മുമ്പൊരിക്കൽ ഡേവിഡും റോബും മീറ്റ് ചെയ്യുന്നതായിട്ടും അന്ന് റോബ് ഡേവിഡിന് ഫോണും പൈസയും ഒക്കെ കൊടുക്കുന്നതായിട്ടും അതിനുശേഷം ഡേവിഡ് ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ, റോബ് പറയുന്ന പോലെ ഡേവിഡ് ആ കൊലപാതകം ചെയ്തു എന്ന് പോലീസൊക്കെ പറയുന്ന സമയത്ത് റോബും ഇവനും തമ്മിൽ സംസാരിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ആ കേസിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒരുപാട് മിസ്സിംഗ് പോയിന്റ്സ് ഉണ്ട്. സ്റ്റിൽ AI കൺസിഡർ ചെയ്യുന്നത് ഫാക്സ് മാത്രമാണ്. 90 മിനിറ്റ് ഡേവിഡിനെ ട്രയൽ നടത്തി. ആ പാവം പിടിച്ചവന് AI കോർട്ടിനെ കൺവിൻസ് ചെയ്യാനോ പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ കൊടുക്കാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ അവനെ ടെർമിനേറ്റ് ചെയ്തു. ഇതെല്ലാം മേഴ്സി കോർട്ടിന്റെ കുറ്റമാണ്, തന്റെ സഹോദരൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വാദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഡിറ്റോനേറ്ററിലും റോബ് പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങേര് കൈയെടുത്താൽ തീർന്ന്. ഉടനെ തന്നെ മാഡോക്സ് നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിച്ചാൽ 82% ബോംബ് പൊട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഇയർഫോണിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ റോബിനോട് സംസാരിക്കുന്നുണ്ട്. റോബിനോട് സംസാരിക്കുമ്പോൾ തന്നെ സ്ക്രീൻ മാറി
മാറി സംസാരിക്കുന്നുണ്ട്. എല്ലാം അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരുന്നു. ഹീറോ കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എയും ഹീറോയും മകളും എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കിട്ടിയ ചാൻസിൽ കുട്ടി അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ക്രിസ് ഓടിച്ചെന്ന് റോബിനെ പിടിച്ച് ഡിറ്റോനേറ്റർ പിടിച്ചു വെച്ച് അവനെ തല്ലി ഒരു വിധത്തിൽ അതിന്റെ ബാറ്ററി ഊരി മാറ്റി. എന്നിട്ട് അവനെ ഗൺ പോയിന്റിലാക്കി കൊല്ലാനുള്ള വാശി ഉണ്ടെങ്കിലും പിടിച്ചു നിന്നു. അന്നേരവും റോബിന് പറയാനുള്ളത് ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഡേവിഡ് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്തും അദ്ദേഹം ആ ഒരു ഡേവിഡിന്റെ കൊടുത്ത ഫോണിലേക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കോൾ എടുത്ത് ശബ്ദം കേട്ടത് ഒരു ഗേളിന്റെയാണ്, ഒരു പെണ്ണിന്റെ ശബ്ദമാണ് കേട്ടത് എന്ന്. ഉടനടി അവിടെ എത്തുന്ന ഓഫീസർ ജാക്ക് നമ്മുടെ റോബിനെ വെടിവെച്ച് വീഴ്ത്തി. ഒരു മയവുമില്ലാതെ ഓൾറെഡി കീഴടങ്ങി നിൽക്കുന്ന ഒരുത്തനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ കയറി വന്നപ്പോൾ നമ്മുടെ ഹീറോ തടഞ്ഞു. ഓഫീസർ ജാക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് വാശി കാണിക്കുന്നതും റോബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ ഹീറോയ്ക്ക് ഒരു സംശയം. മേഴ്സി കോർട്ടിനോട്, അതായത് ജഡ്ജ് മാഡോക്സിനോട് അന്ന് ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത സമയം സ്റ്റേഷനിൽ ഫോൺ വന്നിരുന്നോ, ഡേവിഡിന്റെ ശരിക്കും ഫോൺ ഉണ്ടായിരുന്നോ, അതാരെങ്കിലും മാറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നിങ്ങനെയുള്ള ഡൗട്ട് ചോദിച്ചു. മേഴ്സി ആ വഴിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ശരിക്കും പ്രതി നമ്മുടെ ഓഫീസർ ജാക്ക് തന്നെയാണ്. അന്ന് കോടതി കൊന്നുകളഞ്ഞ ഡേവിഡ് ശരിക്കും ആരെയും കൊന്നിട്ടില്ല. അദ്ദേഹം ഒരു ക്രിമിനൽ അല്ല. ആ മനുഷ്യന്റെ ഫോൺ ഉണ്ടായിരുന്നു. അയാൾ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ ഹീറോയ്ക്കെതിരെ ഇങ്ങനെ ആരോപണം വന്നപ്പോൾ ഹീറോയുടെ വീട്ടിൽ ചെന്നപ്പോൾ ജാക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നീ തന്നെയാണ് പ്രതിയെന്ന്. അതുപോലെ അവർക്ക് ആ സമയത്ത് തോന്നിയ ഒരു ഗഡ്, ഡേവിഡ് ആയിരിക്കും ആ സ്ത്രീയെ കൊന്നത് എന്ന് തോന്നിയ വെറും ഒരു തോന്നൽ. അതുകൊണ്ട് അവനെ കോർട്ടിലേക്ക് വിടുന്നു. അവനെ ശിക്ഷിക്കണം, ശിക്ഷിച്ചേ പറ്റുള്ളൂ, എങ്കിലേ കാര്യങ്ങളൊക്കെ കൺട്രോളിൽ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ജനങ്ങൾക്ക് പേടി കിട്ടണം, ക്രിമിനൽസ് പേടിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ അവനെ കൊന്നുകളയാൻ വേണ്ടി, മനഃപൂർവ്വം ഡേവിഡിനെ കൊന്നുകളയാൻ വേണ്ടി ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഡേവിഡിന്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി കളഞ്ഞതാണ്. ഇത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? ഇങ്ങനെയല്ല നീതി നടപ്പിലാക്കേണ്ടത്. കോർട്ട് വന്നിട്ട് അതിനെയും മാനിപ്പുലേറ്റ് ചെയ്ത് തോന്നിയപടി ഓരോരോ കാര്യങ്ങൾ നടത്തിയെടുക്കുക അല്ല ചെയ്യേണ്ടത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണമായ ഓഫീസർ ജാക്കിനെയും ഇവിടെ ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയ റോബിനെയും അവർ അറസ്റ്റ് ചെയ്തു. മനുഷ്യനാണെങ്കിലും ആണെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കും, അതിൽ നിന്ന് നമ്മൾ പഠിക്കും, ബെറ്റർ ആവും എന്ന് പറയുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. നല്ല സിനിമ അല്ലേ? ഇതിപ്പോൾ ജാക്കല്ല പ്രതിയെങ്കിൽ ഇവരെങ്ങനെ കണ്ടുപിടിച്ചേനെയും, എന്ത് റെക്കോർഡ്സ് വെച്ച് കണ്ടുപിടിച്ചേനെയും, എങ്ങനെ തിരഞ്ഞേനെയും? എഐക്ക് പിന്നെയും തെറ്റുപറ്റത്തില്ലേ? പോലീസുകാരി ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായി എന്നുള്ളതാണ്. അവിടെ ചെറിയ ചില പ്രോബ്ലംസ് ഒക്കെ തോന്നിയെങ്കിലും നല്ലൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തറിയിക്കുക. നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ.